നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളികളായ 3 പേരെ ഇറ്റാനഗറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കഴിഞ്ഞ ദിവസം നാം അറിഞ്ഞതാണ്. കോട്ടയം സ്വദേശികളായ ദമ്പതികൾ നവീനും ദേവിയുമാണ്. അതുമാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ അധ്യാപിക ആര്യ. ഇങ്ങനെ 3 പേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇറ്റാനഗറിലെ ഹോട്ടലിലാണ് 3 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മാർച്ച് മാസം 27-നാണ് ആര്യയെ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രത്യേകിച്ചും ഹോട്ടൽ ജീവനക്കാരന്റെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ രാവിലെ 10:30-ക്കാണ് പോലീസിന് വിവരം കിട്ടിയത്. കഴിഞ്ഞ മാസം 28-നാണ് 3 പേരും ഹോട്ടലിലെത്തിയത്. ഇന്നലെ മുതൽ ഇവരുടെ വിവരം ഉണ്ടായിരുന്നില്ല എന്നാണ് ഹോട്ടൽ ജീവനക്കാർ മൊഴി നൽകിയിരിക്കുന്നത്. വാതിൽ പൊളിച്ച് അകത്ത് കയറി. അപ്പോഴാണ് 3 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹോട്ടൽ മുറിയിൽ നിന്നും തെളിവ് ശേഖരണം പൂർത്തിയാക്കി. എല്ലാ വശങ്ങളും, അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ കാര്യങ്ങൾ പോലും പരിശോധിക്കുന്നുണ്ട് എന്ന് അരുണാചൽ പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ മാസം 17-ാം തീയതി കോട്ടയത്തെ വീട്ടിൽ നിന്നിറങ്ങിയ നവീനും ഭാര്യ ദേവിയും 10 ദിവസം എവിടെയായിരുന്നു എന്ന കാര്യവും വ്യക്തമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. മാർച്ച് 27-നായിരുന്നു ആര്യയെ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായത്. ഇവർ 3 ഒരുമിച്ചാണ് ഗുവാഹത്തിയിലേക്ക് വിമാനത്തിൽ കയറിയത്. മരിച്ച നവീനും ഭാര്യ ദേവിയും സുഹൃത്ത് ആര്യയും പൊതുവെ അന്തർമുഖരായിരുന്നു. അധികം ആരോടും ഇവർ അടുപ്പം കാണിച്ചിരുന്നില്ല. മാത്രമല്ല, ആര്യയ്ക്ക് വിവാഹാലോചനകൾ വന്നിരുന്നു. പക്ഷേ സുഹൃത്തായ ദേവിയുടെ നിർദ്ദേശപ്രകാരം എല്ലാം നിരസിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒടുവിൽ ബന്ധുക്കളുടെയൊക്കെ ശക്തമായ നിർബന്ധം കൊണ്ടാണ് അടുത്തിടെ വിവാഹം കഴിക്കാമെന്ന സമ്മതത്തിലേക്ക് ആര്യ എത്തിയത്. അടുത്ത മാസം 7-ാം തീയതി ആര്യയുടെ വിവാഹം നടക്കാനിരിക്കുകയായിരുന്നു. അതിനിടെയാണ് ആര്യ നവീനും ദേവിക്കൊപ്പം അരുണാചലിലേക്ക് പോയത്. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്നും 3748 കിലോമീറ്റർ അകലെയുള്ള സിറോ എന്ന സ്ഥലം 3 സംഘം തിരഞ്ഞെടുത്തു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഹണിമൂൺ വാലി എന്നറിയപ്പെടുന്ന ഈ സ്ഥലം രാജ്യ അതിർത്തി ഗ്രാമമാണ്. സ്ഥലം ആരെങ്കിലും നിർദ്ദേശിച്ചത് കൊണ്ടാണോ അതോ സ്വയമായി തന്നെ തീരുമാനിച്ച് അങ്ങോട്ടേക്ക് പോയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ സംഘത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. 17-ാം തീയതിയാണ് നവീനും ദേവിയും കോട്ടയത്തെ വീട്ടിൽ നിന്നും പോകുന്നത്. 27-നാണ് ആര്യയും കൂട്ടി സംഘം അരുണാചലിലേക്ക് പോയത്. 10 ദിവസം നവീനും ദേവിയും എവിടെയായിരുന്നു എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് നവീനാണ്. 10 ദിവസം എടുത്തത് മരിക്കാനുള്ള തയ്യാറെടുപ്പിനാകാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ്. ഹോട്ടൽ മുറിയിൽ നിന്ന് 2 ബ്ലേഡുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 2 പേരെ കൊലപ്പെടുത്തിയ ശേഷം നവീൻ ആത്മഹത്യ ചെയ്തതാണോ എന്ന സംശയവും ഇറ്റാനഗർ പോലീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 3 ഫോണുകൾ കോടതിയിൽ ഹാജരാക്കും. ഈ ഫോണുകൾ പരിശോധിച്ചാൽ ചില സംശയങ്ങൾക്കെല്ലാം വ്യക്തത വരുത്താനാകും എന്ന പ്രതീക്ഷയാണ്. ബന്ധുക്കൾക്കൊപ്പം വട്ടിയൂർക്കാവ് പോലീസിലെ SIയും അരുണാചലിൽ ഇന്നെത്തും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കും. വീട്ടുകാരുടെ വിശദമായ മൊഴി കൂടി പോലീസ് ശേഖരിക്കും. നഗരത്തിലെ ഒരു പ്രമുഖ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായ ആര്യയെ കാണാനില്ലെന്ന പരാതി ഇക്കഴിഞ്ഞ 27-നാണ് വട്ടിയൂർക്കാവ് പോലീസിന് കിട്ടുന്നത്. തുടർന്ന് നടത്തിയ ഈ അന്വേഷണത്തിലാണ് ഇത്തരത്തിലൊരു മരണം വാർത്തയിലേക്ക് എത്തിയത്. ആര്യയുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ദേവിയുമായി നിരന്തരം സംസാരിച്ചുവെന്ന് മനസ്സിലായി. ദേവിയെ അന്വേഷിച്ച് പോലീസ് എത്തിയപ്പോൾ ദേവിയും ഭർത്താവ് നവീനും സമാന ദിവസങ്ങളിൽ സ്ഥലത്തില്ല എന്ന് മാത്രമല്ല, അവർ വിനോദയാത്രയ്ക്ക് പോയെന്നും ബന്ധുക്കളിൽ നിന്നും വിവരം മനസ്സിലായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും ഇവരെ പിന്തുടർന്നു. ഗോഹാട്ടിയിലേക്ക് എടുത്ത വിമാന ടിക്കറ്റ് അന്വേഷണത്തിന് വലിയ വഴിത്തിരിവായി മാറി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.